നമ്മുടെ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 3 മാസം പിന്നിടുകയാണ്. ഈ 3 മാസമായിട്ട് KPCCക്ക് ഒരു നാഥനില്ലെന്നേ. ഒരുപാട് വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളിലൊക്കെ നയപരമായ തീരുമാനങ്ങൾ എടുക്കാനും ചർച്ചകൾ നടത്താനും വിവാദങ്ങളെ എങ്ങനെ പ്രതിരോധിക്കണം എന്നൊരു കൂടിയാലോചന നടത്താൻ വേണമെങ്കിലും കോൺഗ്രസിനൊരു KPCC അധ്യക്ഷൻ വേണം. നിലവിൽ KPCC അധ്യക്ഷൻ ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട്, സണ്ണി ജോസഫ് ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് 100 കൂട്ടം പണികളുണ്ട്. അദ്ദേഹം നിലവിൽ മന്ത്രിയാണ്. മന്ത്രിയായ സമയത്ത് തന്നെ സണ്ണി ജോസഫ് ഇക്കാര്യം നേതൃത്വത്തെ അറിയിച്ചതുമാണ്. എല്ലാ പണിയും കൂടി എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, എനിക്ക് കൂട്ടിയാൽ കൂടില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പറഞ്ഞിട്ട് തന്നെ 3 മാസമായി, ഇനിയും ഒരു അധ്യക്ഷനെ കണ്ടെത്തിയിട്ടില്ല. ഈ വിഷയത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അപ്ഡേറ്റ് എന്താന്ന് വെച്ചാൽ അധ്യക്ഷനെ തീരുമാനിക്കാനുള്ള അവസാനവട്ട ചർച്ചകൾ ഇന്ന് തുടങ്ങുമെന്നുള്ളതാണ്. കേരള നേതാക്കളൊക്കെ ആ ചർച്ചകൾക്ക് വേണ്ടി തയ്യാറായിട്ടുണ്ട്. ഇന്നിപ്പോൾ ഡൽഹിയിൽ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിക്കിടെ ഹൈക്കമാൻഡുമായി നേതാക്കൾ നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ടൊരു അനൌദ്യോഗിക ചർച്ച നടത്തുമെന്നറിയുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, ദീപാദാസ് മുൻഷി എന്നിവരുമായി നടക്കുന്ന ചർച്ചയിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനും ഒപ്പം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും പങ്കെടുക്കുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ശരത്ലാലിനോട് ചോദിക്കാൻ ഡൽഹിയിൽ നിന്നും തത്സമയം നമുക്കിപ്പം ചേരുന്നുണ്ട്. ശരത്ലാൽ, ഗുഡ് മോർണിംഗ്. ഒരു ഡസൻ പേരുകൾ KPCC അധ്യക്ഷനുമായി ബന്ധപ്പെട്ട് പരിഗണനയിലൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ നിന്നും ഒരാളിലേക്ക് കാര്യങ്ങൾ എത്തണം, അതങ്ങോട്ട് എത്തുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ കോൺഗ്രസ് നേരിടുന്ന വലിയ പ്രതിസന്ധി. ഇതിപ്പം കേരളത്തിലെ നേതാക്കൾ, മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചു, പ്രാദേശിക നേതാക്കൾ അവരെ കൊണ്ട് എങ്ങനെയൊക്കെ വികാരം പ്രകടിപ്പിക്കാൻ പറ്റോ ആ തരത്തിലൊക്കെ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്നൊരു പച്ചക്കൊടി ഇയാളാകണം KPCC അധ്യക്ഷൻ എന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ആ നേതൃത്വം ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി. അപ്പോൾ അതിന് ഇന്നൊരു പരിഹാരം ഉണ്ടാകുമോ ശരത്ത്? ഇന്നത്തെ അനൗദ്യോഗിക ചർച്ചയിൽ ഒരു ഔദ്യോഗികമായ ഒരാളിലേക്ക് വിരൽ ചൂണ്ടുമോ ഹൈക്കമാൻഡ്? ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ തന്നെയാണ്, അല്ലെങ്കിൽ ചൂണ്ടിക്കാട്ടിയ പോലെയാണ്. കഴിഞ്ഞ 3 മാസമായിട്ട് അല്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസിൻ്റെ പാർട്ടിക്ക് ഒരു നാഥനില്ല, അതുപോലെ തന്നെ DCCകൾക്ക് 5 DCCക്ക് നാഥനില്ല. ഈ അവസ്ഥയാണ് ഇപ്പോൾ കൂടുതൽ അടിയന്തരമായിട്ട് ഇത് പരിഹരിക്കപ്പെടണം എന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്നെ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ചുള്ള ചർച്ചകൾക്കാണ് ഇപ്പോൾ അവസാനഘട്ട രൂപത്തിലെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 11-ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് വന്ന രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജ്ജുന ഖാർഗെയുമായി KC വേണുഗോപാലും ഒക്കെ കണ്ട് ചർച്ച നടത്തുകയും തൻ്റെ അഭിപ്രായം പറയുകയും ചെയ്തിരുന്നു. ഇതിന് ശേഷമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയിലും അതേപോലെ തന്നെ വി.ഡി. സതീശനും അതേപോലെ തന്നെ കോൺഗ്രസ് രണ്ടാമനായ, അല്ലെങ്കിൽ കോൺഗ്രസിൽ ഒന്നാമനോ രണ്ടാമനോ തർക്കം അവിടെ നിൽക്കട്ടെ, രമേശ് ചെന്നിത്തലയും കൂടി ഡൽഹിയിലെത്തുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് പ്രവർത്തക സമിതിക്ക് വൈകിട്ട് 3 മണിക്കാണ് കോൺഗ്രസ് എക്സ്റ്റൻഡഡ് പ്രവർത്തക സമിതി. അതിനു വേണ്ടിയാണ് ഇവർ വരുന്നത് എങ്കിലും യഥാർത്ഥത്തിൽ ഇവർ രണ്ടുപേരെയും വിളിപ്പിച്ചിരിക്കുന്നതും ചർച്ച ചെയ്യുന്നതും ഒക്കെ തന്നെ കോൺഗ്രസ് KPCC അധ്യക്ഷ സ്ഥാനത്തിലെ ഒരു പേരാണ്. ഇതുവരെ വി.ഡി. സതീശനുമായിട്ട് ഇത് സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ചർച്ച നടത്തിയിരുന്നില്ല, മല്ലികാർജ്ജുന ഖാർഗെ ചർച്ച നടത്തിയില്ല. കാരണം കഴിഞ്ഞ തവണ ചർച്ചയ്ക്ക് വേണ്ടി സമയം കൊടുക്കുകയും വിളിച്ചു വരുത്തുകയും ചെയ്ത വി.ഡി. സതീശൻ അന്ന് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് തടയും അറസ്റ്റ് വരിക്കുകയും ഒക്കെ ചെയ്തോടെ ആ ചർച്ച അവിടെ ബ്ലോക്കായിപ്പെടുകയായിരുന്നു. അതിനുശേഷമാണ് ഇന്നാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇന്നലെ രാത്രി തന്നെ രാഹുൽ ഗാന്ധി എപ്പോൾ സമയം തന്നാലും രാവിലെ താൻ തയ്യാറാണെന്ന് എന്ന സന്ദേശം നൽകിക്കൊണ്ട് ഇന്നലെ രാത്രി തന്നെ വി.ഡി. സതീശൻ കേരള ഹൗസിൽ എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ രമേശ് ചെന്നിത്തല 7 മണിയോടെ 7:30 കേരള ഹൗസിൽ എത്തുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഇന്ന് ഈ 2 മുതിർന്ന നേതാക്കളും കൂടി ഈ KPCC പ്രസിഡന്റ് ആരായിരിക്കണം എന്ന കാര്യത്തിൽ ഒരു ചർച്ച നടക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്ന് ലഭിക്കുന്ന വിവരം. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട സാധനം, അവസാന ഘട്ടത്തിലായപ്പോൾ ഇവിടെ യുവ MLA, അതായത് ചാണ്ടി ഉമ്മൻ അല്ലെങ്കിൽ ജ്യോതികുമാർ ചാമക്കാല, K ജയന്ത് അടക്കമുള്ള MLA മാരും ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ മുൻ MLA ശബരിനാഥും ഇവിടെയുണ്ട്. കാരണം ഇവർക്കൊക്കെയുള്ള അവരുടെ അഭിപ്രായം KPCC അധ്യക്ഷൻ്റെ കാര്യത്തിൽ അവരുടെ ജനസി അഭിപ്രായം പറയണം എന്നുള്ളതാണ്. ജ്യോതികുമാർ ചാമക്കാലക്ക വ്യക്തമായി ആര് ആവണം എന്നല്ല, ആവേണ്ട എന്ന കാര്യത്തിൽ ഇവർക്കൊക്കെ ഒരു പേരുണ്ട്. ഇന്ന വ്യക്തി ആവാൻ പാടില്ല. അതുതന്നെയാണ് അവരെ ഇന്നലെ മുതൽ ഡൽഹിയിൽ കേരള ഹൗസിൽ തമ്പടിച്ചിരിക്കുന്നത് എന്ന് വേണം. കാരണം പേരിനൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കർണാടകയിലെ എന്ന് പറഞ്ഞാണ് ചെയ്തു അവരിവിടെ എത്തിയിരിക്കുന്നത്. ഏതായാലും അന്തിമ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാവും. അനൗദ്യോഗികമായോ ഔദ്യോഗികമായോ അല്ല കോൺഗ്രസിൻ്റെ ചർച്ചകൾ നടക്കുക എന്നുള്ളത് നമുക്കറിയാം. എല്ലാം രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും തീരുമാനിക്കുന്ന കിരങ്ങളിലൊക്കെ കാര്യങ്ങൾ സംഘടനാ തലത്തിൽ പോവും എന്ന് തന്നെ നമുക്ക് പറയേണ്ടി. ഏതായാലും KPCC അധ്യക്ഷൻ ആരാണ് എന്ന കാര്യത്തിൽ തീരുമാനത്തിലേക്കൊക്കെ എത്താൻ, അല്ലെങ്കിൽ തീരുമാനത്തിലേക്ക് എത്തിയില്ലെങ്കിൽ ഒരു ധാരണയിലേക്കെങ്കിലും എത്തിച്ചേരാൻ ഇന്ന് നേതാക്കൾക്ക് കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം